ഹായ് വീവേഴ്സ്, ഗോപുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഒരു പരമ്പരാഗത ഐറ്റമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് കുടി അവിയൽ എന്നാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഞങ്ങൾ പുറത്തു പോയി കുറച്ച് ഷോപ്പിംഗ്, ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതും കൂടെ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽസ് ആണ്. ഞങ്ങൾ എപ്പോഴും ആവശ്യത്തിന് ഓടിച്ചെല്ലുന്ന ഒരു പ്രധാനപ്പെട്ട ഷോപ്പാണ്. എന്തൊക്കെ വിശേഷങ്ങൾ? ബിസിനസ്സൊക്കെ ഇപ്പം കൊറോണക്കല്ലേ, അതൊന്നൊരു അതിൻ്റെതായൊരു നമ്മളുണ്ട്. വൈകുന്നേരം മഴ. ഈ ഷോപ്പ് SH7, അതായത് തിരുവല്ല കായംകുളം ഹൈവേയുടെ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലാണ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന പുത്തുവെള്ളപ്പടി ജംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനടുക്കലാണ് ഈ ഷോപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല തുണികൾ ഇവിടെ ലഭ്യമാണ്. കാഷ്വൽ വെയർ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാം നല്ല തുണികളാണ് ഇവിടെ ലഭ്യമാണ്. മിതമായ വിലയ്ക്ക് ലഭ്യമാണ്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നല്ല സഹകരണമാണ്. നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് എടുത്തു തരാൻ ഉള്ള സെയിലിനുള്ള ആൾക്കാർ അതിന് തയ്യാറാണ്. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണിത്. അപ്പം ഞങ്ങൾക്ക് ഈ കൊറോണ പീരീഡിലൊക്കെ വളരെ പ്രയോജനമായിരുന്നു. ദൂരേക്കൊന്നും പോകാൻ പറ്റാത്ത അവസരത്തിൽ നമ്മളിവിടെ വരിക, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പെരുമാറ്റം വളരെയധികം നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ്. എല്ലാ രീതിയിലുള്ള വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ചെറിയ കടയാണ്. ചെറിയ കടയൊന്നും അല്ല, വലിയൊരു കടയാണിത്. ഇതിൽ ധാരാളം കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വാളകത്തും ഉണ്ട് മറ്റൊരു കട. എല്ലാ അർത്ഥത്തിലും എല്ലാവരും ഇവിടെ വന്ന് ഇതുവഴിയെ പോകുന്ന അവസരത്തിൽ നിങ്ങളിവിടെ ഒന്ന് കയറാൻ മടിക്കരുത്. കയറുകയും എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. കാരണം ഡ്യൂറബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളും അതുപോലെ ഹാൻഡ് വാഷ് ചെയ്യാവുന്നതും അതുപോലെ നല്ല ക്വാളിറ്റി തുണികളാണ് ഇവിടെ ലഭ്യമാകുന്നത് എന്നുള്ളത് ഈ ഒരു കടയുടെ പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം ഞാനിവിടുന്ന് ടോപ്പൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻ്റെ മോള് ധരിക്കുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള ചോദ്യം വരുന്നത്. അത് അത്രയ്ക്കും ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ കടയിൽ വരിക, നിങ്ങൾ വന്നിട്ട് ഒന്ന് കയറാൻ ശ്രമിക്കുക. കയറി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾക്കൊരു വർത്തായിട്ടുള്ള ഒരു കടയാണിത്. ഞാൻ കൂടെ ഇവിടെ വരും. എൻ്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഇദ്ദേഹമാണേലും നമുക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വന്ന് ഇവരോട് സഹകരിക്കുക എന്നും കൂടെ ഒരു അഭിപ്രായം എനിക്ക് ഉണ്ട്, ഈ അവസരത്തിൽ പറയാനുണ്ട്. കുടിയവിയലിനുള്ള ഓമയ്ക്ക ഞങ്ങളുടെ ഓമയിൽ നിന്ന് തന്നെ കുത്തിയിടുകയാണ്. മുറ്റത്തൊക്കെ ധാരാളം ഓമയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ധാരാളം ഓമയ്ക്ക അവൈലബിൾ ആണ് എപ്പോഴും. പഴുത്തതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഫ്രൂട്ടിൻ്റെ കൂടെ നമുക്ക് ആപ്പിളും ഓറഞ്ചും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല സ്വാദാണ് ഇത് പഴുത്ത് കഴിഞ്ഞാൽ. വിറ്റാമിൻ സമ്പുഷ്ടമല്ലേ. ഞാനാ കുത്തിയിട്ടത്. ഒരു കണക്കിന് ഞാൻ കുത്തിയിട്ടു. രണ്ടാമത് ഏതായാലും ട്രൈ ചെയ്ത്. കുടിയവിയലിന് വേണ്ട സാധനങ്ങൾ: ഒരു കഷ്ണം ചേന, പിന്നെ ഓമയ്ക്ക, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഓമയെന്ന് എടുക്കാവുന്ന സാധനം, പിന്നെ കുമ്പളങ്ങ. പണ്ട് നെയ്ക്കുമ്പളങ്ങ എടുക്കുമായിരുന്നു, ഇപ്പോൾ കിട്ടുന്ന കുമ്പളങ്ങ എടുത്താൽ മതി. പിന്നെ ചെറിയ ചേമ്പ്, വലിയ ചേമ്പ്, ഇതൊക്കെ ചേർത്താണ് നമ്മൾ ഈ കുടിയവിയൽ ഉണ്ടാക്കുന്നത്. ചക്ക ഉണ്ടെങ്കിൽ ചക്കയും ചേർക്കാം. അപ്പം ചേന, ചെറിയ ചേമ്പ്, വലിയ ചേമ്പ്, ഓമയ്ക്ക, പിന്നെ കുമ്പളങ്ങ. ചക്കയുണ്ടെങ്കിൽ ചക്ക ചേർക്കാം. എന്താ ഇത്രയും വലിയ ഓമയ്ക്ക ഞങ്ങളുടെ ഓമയിൽ ഉണ്ടാകുന്നതാണ്. നല്ല ഇത് പഴുത്തു. പക്ഷേ ഞാനൊരു ചെറിയ ഓമയ്ക്ക അതിലെടുത്ത്. ഇത്രയും വലുതായി അത് പഴുത്തു. നല്ല ഓമയ്ക്കാണ്. ഓമയ്ക്കൊക്കെ ധാരാളം കൊടുക്കണം കുട്ടികൾക്ക്. പഴുത്ത ഓമയ്ക്ക ധാരാളം വിറ്റാമിനുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ ഇന്നത്തെ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. ആധുനികമായ രീതിയിൽ ഇപ്പം നമ്മൾ സാധാരണ ചേർക്കുന്ന പടവലങ്ങ, ക്യാരറ്റ് അതൊന്നും ഇല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് പണ്ട് കാലത്ത് ചെയ്യുന്ന അവിയലാണ്. അതാണ് കുടിയവിയൽ എന്ന് പറയുന്നത്. ചേനയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചു. എളുപ്പം വേവുന്ന ചേനയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കഷ്ണങ്ങളുടെ കൂടെ ഇടാം. പക്ഷേ ഇത് ഇത്തിരി വേവുള്ള ചേനയായതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ച് 2-3 വിസിൽ അടുപ്പിച്ച് വേവിച്ചതിന് ശേഷം അതിൽ ചേർക്കുന്നു. ട്രഡീഷണൽ രീതിയിൽ അടുപ്പിൽ വെച്ചിട്ട് കൽച്ചട്ടിയിലാണ് ഞാൻ ഈ കുടിയവിയൽ ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചു.
ഇനി ഇതിലേക്ക് ഇടുക കഷ്ണങ്ങളൊക്കെ. കച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു, വളരെ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ, ഓമയ്ക്ക അത് രണ്ടും ഇടുകയാണ്. ചേമ്പ് ചെറുതായി അരിഞ്ഞതും കൂടെ ഞാൻ ഇടുന്നു. കഷ്ണങ്ങളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. സ്വല്പം വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, അത് മതി. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൽച്ചട്ടിയിലുള്ള അവിയലിന് ഭയങ്കര സ്വാദാണ്. ഇനി ഞാനിതൊന്ന് അടച്ച് വെക്കും. അടച്ച് വെച്ച് വേവിക്കും. നല്ലോണം തീ കത്തിച്ച് വേവിക്കാൻ പോവുകയാണ്. വെന്ത കഷ്ണങ്ങളിലേക്ക് ഞാൻ കുക്കറിൽ വേവിച്ച് ചേനയും കൂടെ ചേർക്കുന്നു. എന്നിട്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇടും. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ പോകുന്നു. കഷ്ണങ്ങൾ വെന്ത് ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള നാളികേരം അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് ഇടാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണ് നാളികേരം എടുക്കുന്നു. അത് മിക്സിയിലേക്ക് ഇട്ടു. അതോടൊപ്പം ഞാൻ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കാരണം ഞാൻ മുളക് പൊടി ചേർക്കുന്നു, അതുകൊണ്ടാണ് അത്രയും. പിന്നെ 1 ടീസ്പൂണ് ജീരകം ചേർക്കുന്നു, നല്ല ജീരകം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ അരച്ചെടുക്കുന്നു. കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഇനി പുളി പിഴിഞ്ഞൊഴിക്കണം. പുളിക്ക് പകരം മാങ്ങ ഇടുന്നവരും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും പുളിയാണ് ഇഷ്ടം. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ പോകുന്നു. കുറച്ച് ഫ്രഷ് കരിവേപ്പില പറിക്കുക. വെന്ത കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞൊഴിക്കുന്നു. ഒരുപാട് വേണ്ട, വെള്ളം കൂടിപ്പോവും. 2 ഇതൾ കരിവേപ്പില ഇടും. കഴുകി വൃത്തിയാക്കിയ കരിവേപ്പില 2 ഇതൾ അങ്ങോട്ട് ഇട്ടു. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കുകയാണ്. കഷ്ണത്തിൽ ഇതൊക്കെ പിടിച്ച് കഴിയുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കും. പുളി ഉപ്പും ഒക്കെ പിടിച്ച കഷ്ണങ്ങളിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച തേങ്ങയും ജീരകവും കൂടെ അരച്ചതാണ് അത് ചേർക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി തിളപ്പിച്ച് വാങ്ങുകയാണ്. ഇച്ചിരി ലൂസായിട്ടുള്ള കറിയാണ്, ഒത്തിരി തിക്കായിട്ടുള്ളതല്ല. വളരെ സ്വാദിഷ്ടമായ കുടി അവിയൽ ഇതാ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് പഴമയുടെ ഒരു രുചിയാണ്, പുതിയ അവിയലല്ല ഇത്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഏത് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.